നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രമേശ്, ഈ പ്രതിച്ഛായ എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കേട്ടിരുന്നത് തെരഞ്ഞെടുപ്പ് വേണ്ടി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഇമേജ് ശരിയാക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന സിനിമയെന്ന്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ? പ്രതിച്ഛായ എന്ന് പറയുന്ന സിനിമ ഇന്നലെയാണ് തിയേറ്ററിൽ വന്നത്. പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ചില ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു. അതായത് ബാലചന്ദ്ര മേനോൻ മുഖ്യമന്ത്രിയാണ് ആ സിനിമയിൽ. ബാലചന്ദ്ര മേനോൻ്റെ നെറ്റിയിലൊരു മുറിവിൻ്റെ ഒരു ഒട്ടിപ്പ്, അങ്ങനെ കുറേ വിഷ്വൽസൊക്കെ വന്നിരുന്നു. ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ കഥയാണ് പറയുന്നതെന്ന തരത്തിലൊക്കെ ഒരുപാട് ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ അത്തരം ചർച്ചകളൊക്കെ നടന്നിരുന്നു. സോഷ്യൽ മീഡിയ ഈ ബാലചന്ദ്ര മേനോൻ്റെ കഥാപാത്രത്തിനെ ഡീകോഡ് ചെയ്യുന്ന തരത്തിൽ പല പല സംവിധാനങ്ങളും വന്നിരുന്നെങ്കിലും അതൊന്നും എന്താണ് കഥ എന്ന സംവിധാനം വന്നിരുന്നു. അതിനിടയ്ക്ക് ഒരു വാർത്തയൊക്കെ വരുന്നത് ഞാനാണ് നിവിൻ പോളിയുടെ കഥാപാത്രം എന്നൊരു വാർത്ത വന്നത്. പക്ഷേ ഇത് എന്ന് പറയുമ്പം ഈ സിനിമ വന്നതിന് ശേഷമാണ് പറയുന്നത് ഇത് ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ ചതിക്കുകയായിരുന്നു, രാഷ്ട്രീയ എതിരാളികൾ ചതിക്കുകയായിരുന്നു എന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരു സിനിമയാണ്. രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസിനെ കുറിച്ചാണോ അതോ CPM-നെ കുറിച്ചാണോ? CPM-നെ കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് ആ സിനിമ എന്നാണ് നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്നത്. അത് സത്യം പറഞ്ഞാൽ CPM-നെ അക്ഷരാർത്ഥത്തിൽ ആ സിനിമ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഇടത് സഹയാത്രികൻ, കേരളത്തിൽ അറിയപ്പെടുന്ന CPM-നോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹം ഒരു സാങ്കേതിക തൊഴിലാളികളുടെ കേരളത്തിലെ സംഘടനാ നേതാവാണ്, എപ്പോഴും ഫെഫ്കയുടെ സംഘടനാ നേതാവാണ്. മാത്രമല്ല വലിയ CPM-കാരനാണല്ലോ. വലിയ പഠിക്കുന്ന കാലം മുതൽ ഉറച്ച ഇടതുപക്ഷ ബുദ്ധിജീവി ലെവലിൽ നിൽക്കുന്ന ഒരു ആള് പെട്ടെന്ന്, അതായത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ഒരു സിനിമയുമായി വരുന്നു. പ്രത്യേകിച്ച് നമ്മളെ മനസ്സിലായി ബി ഉണ്ണികൃഷ്ണൻ്റെ ഒരു സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ് KV ഗണേഷ് കുമാർ, മന്ത്രിയാണ്. പത്തനാപുരത്താണ് ഈ വികാരം ഏറ്റവും കൂടുതൽ ശക്തമായി വരുന്നത്. ഈ സമയത്താണ് ഇത്തരം ഒരു സിനിമ. ഈ സിനിമ പറയുന്നത് ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയ എതിരാളികൾ ചതിച്ചതാണ് സോളാർ കേസ് എന്ന കഥ എന്ന തരത്തിലാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായയാണ് മെച്ചപ്പെടുത്തുന്നത്. അതെ, ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ ചിലർ ശ്രമിച്ചെന്നും അത് ഉമ്മൻചാണ്ടി മരണത്തിന് ശേഷം കാലത്ത് അതിജീവിച്ച് ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ അതേപോലെ നിൽക്കുന്നു എന്ന ഒരു സന്ദേശമാണ് നൽകുന്നത് ഈ ബി ഉണ്ണികൃഷ്ണന്റെ സിനിമ. അതുകൊണ്ട് തന്നെ CPM വളരെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ള സാധനം. അത് സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ CPM-നെയാണ് ഈ സിനിമ. സെക്രട്ടേറിയറ്റ് ഒക്കെ തുറന്നു കൊടുത്ത് അവർ സഹായിച്ചെന്നുള്ള എല്ലാ സഹായവും സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വളരെ കാലങ്ങളിൽ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ അങ്ങനെ ഷൂട്ടിംഗ് ഒന്നും അനുവദിക്കാറില്ല ഇപ്പോൾ, കാര്യം സെക്യൂരിറ്റി റീസൺ. പക്ഷേ അതിനെല്ലാം ഇവർ അനുമതി കൊടുത്തപ്പോഴേ കഥയുടെ കഥാതന്തു എന്താണെന്ന് പറഞ്ഞിരുന്നില്ല. പിന്നീട് സിനിമ വരുന്നതിന് 2 ദിവസം മുമ്പ് നിവിൻ പോളിയുടെ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട്. അതിലാണ് അദ്ദേഹം ആദ്യമായി പറയുന്നത് ബി ഉണ്ണികൃഷ്ണന്റെ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്ന സിനിമയായിരിക്കില്ല ഇത് എന്ന സൂചന നിവിൻ പോളി നൽകിയിരുന്നു. പക്ഷേ അപ്പോഴും ഇത്തരത്തിലൊരു പ്രതിച്ഛായ ഉമ്മൻചാണ്ടിക്ക് വലിയൊരു പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സിനിമയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ സിനിമ പുറത്തു വന്നപ്പോൾ അത്തരം റിപ്പോർട്ടുകളാണ് വരുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ തവണ മമ്മൂട്ടിയുടെ ഒരു സിനിമ പിണറായിക്ക് വേണ്ടി ഇറക്കിയത്. സിനിമ. പക്ഷെ അത്തരം ഒരു സിനിമയായിരിക്കും ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. അത്തരം ഒരു സിനിമയായാലും ഇത്തരമൊരു ആംഗിളിലേക്ക് സിനിമ, അതായത് ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ ഇത്രയും ഉയർത്തുന്ന തരത്തിലേക്ക് ഈ സിനിമ പോകുമെന്ന് ഇവര് കരുതിയിട്ടില്ല. ഇത് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇലക്ഷന് ദോഷം ചെയ്യുക എന്നതിലുപരി ഒരു ഇടതുപക്ഷ സഹയാത്രികൻ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം തിരിച്ചറിഞ്ഞു വന്ന തരത്തിൽ ഇത് കോൺഗ്രസ്സുകാർ ചർച്ചയാക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ പൊതുവെ ഒരു വികാരം, ഭരണവിരുദ്ധ ഒരു ഭരണം മാറുമെന്നൊരു തോന്നൽ. ഇപ്പൊ പോലീസ് പോലും ഇപ്പൊ ആക്ഷൻ എടുക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ സച്ചിദാനന്ദനെ പോലെ ഒരാൾ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്, തുടർ ഭരണത്തിന്റെ ഒരു സാധനം. അതെ, അതേപോലെ സച്ചിദാനന്ദനെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടതുപക്ഷമായിട്ട് അത്രയും അടുത്തിരിക്കുന്ന ഒരു നേതാവാണ്. അങ്ങനെ സിനിമയിൽ നിന്ന് ഇടതുപക്ഷമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബി ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം തന്നെ ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു സിനിമയുമായി വരുന്നു. വളരെ നേരത്തെ പ്ലാൻ ചെയ്താണ്, ഏപ്രിൽ അത് വരണം. അത് അവർക്കറിയാം, മെയിലാണ് ഈ സിനിമയുടെ റിലീസ് വരുന്നതെന്നൊക്കെ അവർക്കറിയാം. സിനിമ ഇലക്ഷൻ മെയിലായിരിക്കും എന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇത്ര ഒരു സിനിമ ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ അത് ഒരു വല്ലാത്തൊരു CPM എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ CPM-ന്റെ ഒരു പൊതുവായ ഒരു വീഴ്ചയുടെ മറ്റൊരു സൂചകമായി ഇത് മാറാം. അതെ. ഞാൻ ഇതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഇന്നിപ്പോൾ മലയാള മനോരമയുടെ ഒരു അഭിമുഖം, VD സതീശൻ എടുത്ത അഭിമുഖം മനോരമയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കും എന്താ ഏത് ലെവലിലെ കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഒരു പത്രസമ്മേളനം കുറച്ചു മുമ്പ് നടത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത് അബദ്ധം പറ്റിപ്പോയെന്നാണ്. മെറ്റയോട് ആവശ്യപ്പെട്ടത് അതിന്റെ കമന്റുകൾ നീക്കം ചെയ്യാൻ. ഞാൻ പറഞ്ഞത് ഒരിക്കലും കമന്റുകൾ മെറ്റ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തന്നെ മെറ്റയിൽ ഹ്യൂമൻ ബീങ്സ് ഇല്ല, മെഷീൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവര് ചെയ്താൽ മെഷീൻ അവരെ സംബന്ധിച്ച് ഒരിക്കലും ഒരു കമന്റ് മാറ്റുക എന്ന് പറഞ്ഞ സാധ്യത പുനഃസ്ഥാപിക്കാൻ മെറ്റയോട് കത്തെഴുതിയെന്നാണ് കുറച്ച് മുമ്പ്. പക്ഷെ ഞാൻ പറഞ്ഞ ഇവരുടെ ആറ്റിറ്റ്യൂഡാണ്. എന്തിനാണ് ഇവർ കേസെടുക്കുന്നത്? ഞാൻ ചോദിച്ചത് ഇവിടെ CPM-ന് എതിരായി വരുന്ന അഭിപ്രായങ്ങൾ പോലും ഇവർ അടിച്ചമർത്തുക. എത്രമാത്രം ഭയക്കുന്നു. ഞാൻ പറഞ്ഞു, നമ്മുടെ ആ മറുനാടൻ TV-യിൽ വന്ന ഒരു
അത് സത്യം പറഞ്ഞാൽ പൂർണ്ണമായും അത് കോൺഗ്രസിനും അല്ല. അതെ, ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിമലിയെ കുറിച്ച സാധനം. പക്ഷെ ഇവരൊക്കെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നൊരു തോന്നലുണ്ടാക്കുന്നത്. അതും ഇവർ മറ്റേ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പറയുന്നത് ഗവൺമെന്റ് റിക്വസ്റ്റ് പ്രകാരം ഡിലീറ്റ് ചെയ്തു. അങ്ങനെ അവർ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഉണ്ണികൃഷ്ണനെ പോലുള്ളവർ ഇത്തരം സിനിമകളുമായി വന്ന് സിനിമയ്ക്ക് അത് ഇവരുടെ ഒരു എക്സിനെതിരെ കേസ് കൊടുത്തു. അതെ. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവർ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. ഇവർ കംപ്ലീറ്റ് ജനങ്ങളുടെ അഭിപ്രായം മൊത്തം അവർ വിലയ്ക്ക് വാങ്ങി എതിരഭിപ്രായങ്ങൾ മുന്നേ അടിച്ചമർത്തുവാണ്. ഓർക്കണം, പോലീസിന് ഇപ്പോൾ കേസെടുക്കാൻ പറ്റത്തില്ല. അതെ, ഇലക്ഷൻ കമ്മീഷന് കഴിയില്ല. എന്നിട്ട് കൂടി ഇവർ ചെയ്യുന്നത് ഈ സൈബർ പോലീസ് കുത്തിയിരുന്ന് ഈ പറയുന്ന സർക്കാരിന് ദോഷം ചെയ്യുന്ന സാധനങ്ങളെല്ലാം മെറ്റയ്ക്ക് കത്തയക്കുക. മെറ്റയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹ്യൂമൻ ബീയിങ്സ് ഇല്ല. അവർ എനിക്കിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞു അതൊരു അബദ്ധം പറ്റി, ഇനി കുറച്ചും കൂടെ ശ്രദ്ധ ഇക്കാര്യങ്ങളിൽ പുലർത്തുമെന്ന് വേണം. അല്ലാതെ ഞാൻ ചോദിക്കുന്നത്, ഈ സൈബർ പോലീസാണല്ലോ റിപ്പോർട്ട് ചെയ്തത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈബർ പോലീസാണ് റിപ്പോർട്ട് ചെയ്തത്. അതെ അതെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവരെന്തിനാണ് ഈ കമൻറ്റുകളുടെ കമൻറ്റ് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ യുഗത്തിൽ ആർക്കും എന്തും പറയാം. അല്ല, ഇത്തരം കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശക്തമായി ഇടപെടാം, സൈബർ പോലീസിന് നിർദ്ദേശം കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഇപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്ന് പറയുമ്പോൾ അങ്ങനെ അവർ ചെയ്യുമെന്ന് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, ഇനി മറ്റൊരു മറുഭാഗം നോക്കൂ. ഇപ്പം ഈ മുഴുവൻ ചാനലുകളും പത്രങ്ങളും സോഷ്യൽ മീഡിയയും ഇവർ വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഏഷ്യാനെറ്റ് പോലും, ഏഷ്യാനെറ്റ് പൊതുവെ ഇടത് വിരുദ്ധമായത്, അവർ പോലും പലപ്പോഴും അവരുടെ വാർത്തകൾക്കകത്തേക്ക് ഈ സംവിധാനം കൊണ്ടുവരുവാണ്. അപ്പോൾ ഈ ശക്തമായ സർക്കാരിനെതിരോട് ഒന്നും എവിടെയെങ്കിലും ചർച്ചയാവുന്നുണ്ടോ? ഒന്നുമില്ല. ശബരിമലയാവുന്നില്ല. ശബരിമല ഇന്നലത്തെ വിധി എന്ന് പറഞ്ഞാൽ നിർണായകമായ വിധിയാണ്. അതെന്ന് വിശദീകരിച്ചത് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്താണ് ശബരിമല കൊടിമരം പുനർനിർമ്മിക്കുന്നത്. ഈ കൊടിമരം പുനർനിർമ്മിക്കുന്നതിൽ അഴിമതിയുണ്ട്. അത് കോൺഗ്രസിൻ്റെ കാലത്ത് നടന്നതാണ്. ആ അഴിമതിയിലൂടെ എല്ലാവരും അഴിമതിക്കാരാണ്, ശബരിമല വരുന്ന എല്ലാവരും അഴിമതിക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. നമുക്കറിയാം, ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അഴിമതി വിരുദ്ധനാണ്. മാത്രമല്ല അയ്യപ്പന്റെ സ്വന്തം ആളാണ്. അദ്ദേഹം മിൽമയിലിരുന്നപ്പോഴാണ് മിൽമ ഇത്രയും വലിയൊരു പ്രസ്ഥാനമായി മാറിയത്. അവിടെ തന്നെ അദ്ദേഹം തുടരാൻ പറ്റിയത്. അങ്ങനെ ഒരു പ്രയാർ ഗോപാലകൃഷ്ണൻ വേറൊരു തലത്തിൽ ഉള്ള ഒരു വ്യക്തി. ശബരിമല യുവതി പ്രവേശന വിഷയകാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എരുമേലിയിൽ നടന്ന ഒരു പ്രതിഷേധ സമ്മേളനത്തിൽ ഞാനുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു എൻ്റെ അധ്യക്ഷൻ. അതെ. പ്രയാർ ഗോപാലകൃഷ്ണൻ വളരെ സത്യസന്ധനാണ്. ചിലരൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിയന്ത്രണം ആ കാലത്ത് അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ സ്വർണ്ണ കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട് CPM വരുത്തി തീർക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ഇവരെ കാലത്താണ് എല്ലാം നടന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ഇവരെ കാലത്തല്ല. മുമ്പ് VS അച്യുതാനന്ദൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് രാജഗോപാലൻ നായരുടെ കാലത്താണ്. ഈ കാലത്ത് തന്നെ ശബരിമലയിലെ കൊടിമരം അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ചേർന്ന് അത് ചീത്തയാക്കിയിരുന്നു. ചില ദ്രവ്യങ്ങളൊക്കെ ദ്രവ്യങ്ങളൊക്കെ ചേർത്ത് അതിനെ കളർ ഫെയ്ഡാക്കിയിരുന്നു. ഫെയ്ഡാക്കി എന്ന് മാത്രമല്ല, അന്ന് അതീവ രഹസ്യമായി അവരൊരു ദേവപ്രശ്നം നടത്തിയിരുന്നു. അത് തന്ത്രി പോലും അറിയാതെ നടന്ന ദേവപ്രശ്നം അറിയാതെ അന്ന് നടന്നിരുന്നു. ഒറ്റരാശി ദേവപ്രശ്നം എന്നാണ് അതിനെ പേരിട്ട് വിളിച്ചത്. അല്ല, തന്ത്രി അറിഞ്ഞിട്ടില്ല. അറിയേണ്ട കാര്യം അറിയണമല്ലോ. അറിയണം, പക്ഷെ ഇത് അറിഞ്ഞിട്ടില്ല. ഇത് അറിയാതെ ഇങ്ങനെ ഈ ഒറ്റരാശി ദേവപ്രശ്നം അന്ന് അവിടെ നടക്കുകയും അത് വലിയ വാർത്തയാവുകയൊക്കെ ചെയ്തു. വാർത്തയാവുകയൊക്കെ ചെയ്തപ്പോൾ അതിനെതിരെ അന്വേഷണം നടന്നപ്പോൾ അന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സസ്പെൻഡ് ചെയ്യുകയും വിവാദമൊക്കെ ആയി. അപ്പം ആ സമയത്ത് തന്നെ ഈ അഡ്വക്കേറ്റ് രാജഗോപാലൻ നായരുടെ ബോർഡിൻ്റെ കാലത്ത് തന്നെ അന്ന് ബോർഡ് തന്നെ പറഞ്ഞ ബോർഡ് അറിയാതെയാണ് ഇത്തരത്തിലൊരു ഒറ്റരാശി പ്രശ്നം നടന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ രക്ഷപ്പെട്ടത്. കാര്യം ഈ ശബരിമലയിലെ ഉദ്യോഗസ്ഥരാരും രേഖാമൂലം ബോർഡിനെ ഒന്നും അറിയിച്ചിരുന്നില്ല. പക്ഷേ ഇവരുടെ ഒരു സ്വാധീനം കാരണം ഇവർ വാക്കാലാണ് അന്ന് കമ്മ്യൂണിക്കേഷൻസ് നടന്നിരുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ്റെ ബലത്തിലാണ് ഇത് നടന്നത്. പക്ഷേ ബോർഡ് ഒരു വിവാദമായപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, കാര്യം അവരിൽ ഒരു രേഖയില്ല. പകരം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിനെ അന്ന് സസ്പെൻഡ് ചെയ്ത് നടപടിയെടുത്തിരുന്നു. അന്ന് തന്നെ ആ കൊടിമരം ചീത്തയായിരുന്നു. ഈ ഉദ്യോഗസ്ഥൻ്റെയൊക്കെ അന്വേഷണ നടപടിക്രമങ്ങളുടെ റിപ്പോർട്ടിലൊക്കെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, തന്ത്രി അറിയാതെയാണ് ഈ പണികളെല്ലാം നടന്നതെന്ന്. ചെന്നൈയിലൊരു കുമരൻ സിൽക്സിന്റെ ജീവനക്കാരെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്നും അതിലുണ്ടായിരുന്നു. അങ്ങനെ ചീത്ത ആയതുകൊണ്ടാണ് പിന്നീട് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് മാറ്റേണ്ടി വന്നത്. അതിന് അവർ വീണ്ടും ദേവപ്രശ്നം നടത്തി. അത് ആക്ച്വലി കോൺക്രീറ്റ് ആയതുകൊണ്ടൊന്നും അല്ല, അതിന്റെ ഒരു ഫെയ്ഡ്. അന്ന് ഞാൻ എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ഒരാളാണ് അന്ന് ആ കാലത്ത്. അപ്പോൾ ഞാൻ ഒരിക്കൽ പോകുമ്പം കൊടിമരം നല്ല സ്വർണ്ണ കളർ ഇരിക്കുന്നു, അടുത്ത മാസം വന്നപ്പം ഇതെല്ലാം ഫെയ്ഡാണ്. അപ്പം തന്നെ ഞാൻ അന്വേഷിച്ചിരുന്നു. പിന്നെ അടുത്ത മാസമാണ് ഈ ദേവപ്രശ്നം അവിടെ നടക്കുന്നത്. അപ്പം അന്ന് തന്നെ ഈ ദേവപ്രശ്നം അവിടെ ഈ കൊടിമരം ചീത്തയാക്കിയതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത് മാറിയത്. പിന്നീട് പ്രയാറിന്റെ സമയത്ത് പരസ്യമായി തന്നെ ചെയ്ത കാര്യം. ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പം ഇത് കുറ്റവിമുക്തമായതെന്ന് പറഞ്ഞാൽ, ഈ കൊടിമരം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അന്വേഷണ സംഘത്തിന് തന്നെ മനസ്സിലായി
ഈ പഴയ കാര്യങ്ങൾ രേഖകളിലുണ്ടെന്ന്. കൊടിമരം ചീത്തയാക്കിയ കേസ് അന്വേഷിച്ചാൽ ഈ 2011 അന്വേഷണം പോകണം, വീണ്ടും അവർക്ക് പോകണം. അതിൽ സത്യസന്ധമായി പറഞ്ഞ ആ ഒരു ഉദ്യോഗസ്ഥനെതിരെ എടുത്ത നടപടി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ നടപടിക്രമം തന്ത്രി അറിയാതെയാണ് നടത്തിയത്, അതുകൊണ്ട് തന്ത്രി പരാതിപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, തന്ത്രി അറിയാതെ ഇത് നടന്നതെന്ന്. അപ്പം അത്ര ഒരു ഗൂഢാലോചനയാണ് ഇവരെ തലയിൽ വെക്കാൻ ശ്രമിച്ചത്. അല്ല, അപ്പോൾ അതായത് ഇവർ ഈ അന്വേഷണമായിട്ട് മുമ്പോട്ട് പോയാൽ സ്വാഭാവികമായും VS-ന്റെ കാലത്തെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും ബോർഡും എല്ലാം പ്രതികളാവും. അന്നാണ് ഈ സംഭവം നടന്നത്. ഇതിൽ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ മനോരമ തന്നെ ഒരു വാർത്ത ചെയ്തിട്ടുണ്ട്. അതായത് ഈ ശബരിമലയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് 98 കാലത്ത്. ശബരിമലയിലല്ല, ശബരിമലയിൽ ഒരു ഉദ്യോഗസ്ഥന്റെ വൈഫ് 96 കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എവിടെ കൊല്ലപ്പെട്ടു? ചെങ്ങന്നൂർ ആ ഭാഗത്തുള്ള ശബരിമലയിലല്ല, അത് 96 കാലഘട്ടത്തിലാണ്. ഈ ഉദ്യോഗസ്ഥൻ, ഇതിൽ പ്രതിയായി സംശയിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ കൊടിമരം ചീത്തയാക്കപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയാണ് ഈ ഇപ്പം സ്വർണ്ണ കൊള്ള നടന്നപ്പം അവിടെ ഉണ്ടായിരുന്ന സുധീഷ് കുമാറിന്റെ ഭാര്യയാണ്, ആദ്യ ഭാര്യയാണ് അന്ന് കൊല്ലപ്പെട്ടത്. അപ്പൊ വലിയൊരു ഭയങ്കര ഒരു, അതായത് മനോരമ ഇത് സത്യം പറഞ്ഞാല് പേര് വെക്കാതെയാണ് വാർത്ത ചെയ്തത്. ഭയങ്കര സംഭവമാണല്ലോ. അതെ, അന്ന് തന്നെ വാർത്ത വന്നിരുന്നു, നമ്മളത് കൊടുത്തിരുന്നു, നമ്മൾ ഈ വാർത്ത കൊടുത്തിരുന്നു. സുധീഷ് കുമാറിന്റെ ആദ്യ ഭാര്യ അവിടെ വാടക വീട്ടിലെ ഒരു കുളത്തിൽ മരിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് FIR ഒക്കെ ഇട്ടിരുന്നു. ഈ ഉദ്യോഗസ്ഥൻ അടക്കമാണെന്ന് സംശയം നിഴലിൽ നിന്ന് അന്ന് അതിലൊരു സാക്ഷി ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് ജീവനക്കാരൻ. ഈ സാക്ഷിയും പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ അന്ന് മരിച്ചുപോയി. അപ്പൊ ഇതെല്ലാം വലിയ കൊള്ള അന്നേ നടക്കുന്നു. അതായത് ഞാൻ പറഞ്ഞ ഈ 2011 അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കൂട്ടുകാർ വന്നപ്പോഴാണ് വീണ്ടും സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. അപ്പൊ 2011 ആയിരിക്കും തുടക്കമിട്ടത്. അത് കഴിഞ്ഞ് UDF-ന്റെ കാലത്ത് ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ വന്നപ്പോ അവരുടെ ശിഷ്യന്മാരാണ് പിന്നെ തുടങ്ങി വെച്ചതല്ല, അടിത്തറ വലുതാക്കി. അപ്പൊ ഈ നമ്മളിപ്പം വിവാദമായ കൊടിമര കേസില് യഥാർത്ഥത്തിൽ ഈ എല്ലാം രേഖാമൂലമല്ലേ നടത്തിയിരിക്കുന്നത്? അതായത് വാജിവാഹനം കൊടുത്ത അടക്കം, എല്ലാം വാജിവാഹനം കൊടുത്ത അടക്കം ഇത് പരസ്യമായിട്ടാണ്. രേഖാമൂലം അല്ലെങ്കിൽ പരസ്യമായി ഒരാൾക്ക് ക്യാമറയുടെ മുമ്പിൽ വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൊടുക്കുന്ന ഒരു സാധനം എങ്ങനെയാണ് മോഷണമാവുന്നത്? മാത്രമല്ല വിവാദമായപ്പോൾ അദ്ദേഹം തിരിച്ചെടുത്തോളം പറഞ്ഞു, എന്നിട്ട് ഇവർ പോയി നാടകീയമായിട്ട് അത് റെയ്ഡ് ചെയ്ത് പിടിച്ചു. അതെ, പക്ഷേ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് തിരിച്ചെടുക്കാൻ പുള്ളി കത്ത് കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. കാരണം പുള്ളിക്ക് കിട്ടിയതാണോ ഈ കത്ത് വെച്ചിട്ടാണ് ഈ മാധ്യമങ്ങൾ ഇതെല്ലാം. മാത്രമല്ല ഈ വാജിവാഹനം കൊടുത്ത ഇടപാടുകൾ പിന്നീട് ഹൈക്കോടതി സ്ഥിരീകരിച്ചതാണ്. അതെ, ഹൈക്കോടതി ഇത് ശരിയാണെന്ന് പറഞ്ഞു. അന്നത്തെ അവിടെ ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെയാണ് ഹൈക്കോടതി അന്ന് തന്നെ ഇതിന്റെ ചുമതലയല്ല ഏൽപ്പിച്ചത്. ദേവസ്വം ബോർഡിന് അതിലൊരു ചുമതലയില്ല. ഈ അഡ്വക്കേറ്റ് കമ്മീഷനെയും കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയെന്ന തരത്തിൽ പലരും വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ ഇന്നലെ ഇതെല്ലാം മാറിയിട്ടും അത് ആ ആംബിയൻസിൽ ഇത് ആരും അവിടെയാണ്. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഉണ്ടായപ്പോൾ ഇതിൽ നിന്ന് CPM തല ഊരിയത് ഈ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണൻ ഒക്കെ കൊള്ള നടത്തി എന്നൊരു എക്കോ സിസ്റ്റം സൃഷ്ടിച്ചാണ്. അവിടെ വരുന്ന എല്ലാവരും അഴിമതിക്കാരാണ്, പങ്കില്ല. അത് ചീറ്റിപ്പോയിട്ട് മന്ത്രിക്കും പങ്കില്ല. അത് ചീറ്റിപ്പോയിട്ട് ഇവിടെ ആരും ചർച്ച ചെയ്തില്ല. അതെ, ചർച്ച ചെയ്തില്ല, ആ ലെവലിൽ ചർച്ച ചെയ്യുന്നില്ല. അല്ല, എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആശങ്കയോടെ കാണുന്നൊരു കാര്യം, ഇവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് വലിയ പരസ്യം കൊടുത്ത് സോഷ്യൽ മീഡിയയും പത്രങ്ങളെയും ചാനലുകളെയും സ്വാധീനിക്കുന്നു, ഓഡിയൻസുകൾ വയ്ക്കുക, അങ്ങനെ തുടർഭരണം ഉണ്ടാകുന്നൊരു തോന്നലുണ്ടാക്കി കൊടുക്കുന്നു. ഇവർക്കെതിരായ ശബ്ദങ്ങളെല്ലാം ഇവരെ ഈ മെറ്റയെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇവർക്ക് എതിരായി വരുന്ന വിഷയങ്ങൾ ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ തട്ടിക്കളയുന്നു. എന്ന് മാത്രമല്ല, ഒട്ടും പ്രസക്തമല്ലാത്ത ഈ പ്രതിഭയുടേതുപോലുള്ള വിഷയങ്ങൾ ഇവർ പൊക്കിക്കൊണ്ടുവന്ന് ചർച്ചയാക്കുന്നു. ഇവരിതിങ്ങനെ ഈ ജനങ്ങളുടെ എൻ്റെ അടുത്ത് കേരളത്തിലുടനീളം സഞ്ചരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ഈ PRDയുടെ പല പരസ്യ ഹോൾഡിങ്ങും ഇലക്ഷൻ പ്രഖ്യാപിച്ചതിൻ്റെ അടുത്ത ദിവസം CPMന്റെ പരസ്യ ഹോൾഡിംഗ് ആയിരുന്നു മാറിയെന്ന്. അപ്പോൾ ഇത് CPM പൈസ കൊടുത്തിട്ടുണ്ടോ, ഇനി PRD കൊടുത്ത പൈസയുടെ തുടർച്ചയാണോ ഇത്? അല്ല, അതൊക്കെ എന്നാ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മളിപ്പം കുറച്ചുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ ഈ എറണാകുളത്തൊക്കെയുള്ള പരസ്യങ്ങൾ, ഞാൻ 3-4 സ്ഥിരം കാണുന്ന പരസ്യങ്ങൾ എല്ലാം സർക്കാരായിരുന്നു. പിന്നെ നാളെ ഞാൻ എറണാകുളത്ത് പോയി, ശനിയാഴ്ച ഞാൻ പോകുന്നുണ്ട്. ശനിയാഴ്ച പോകുമ്പോൾ അറിയാൻ പറ്റും ഇത് CPM ആയോന്ന്. ഇതൊക്കെ വലിയ ഭീമ പോലുള്ള അല്ലെങ്കിൽ വലിയ കമ്പനികളുണ്ടല്ലോ, ജ്വല്ലറികളെ, ഇവരുടെ പരസ്യങ്ങളായിരുന്നു. അവർ കൊടുത്തിട്ട് സ്ഥലം പെട്ടെന്ന് ഇവർ അധിനിവേശം നടത്തുവാണ്. അതായത് വലിയ കമ്പനികൾ, നമ്മളൊക്കെ ഒരു പരസ്യത്തിന് ശ്രമിച്ചാൽ ഇവരൊക്കെ വർഷങ്ങളോളം ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന, ഈ ബുക്ക് ചെയ്തിരിക്കുന്ന ഇവർ വരികയാണ്. PRDയുടെ പൈസ ആയിരിക്കും ഈ സമയത്ത് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ് വീണ്ടും CPMന്റെ ആകുമ്പോൾ കൊടുക്കുന്നത് അവരായിരിക്കും. ഈ സ്വർണ്ണക്കടക്കാരല്ലെങ്കിൽ അങ്ങനത്തെ പരസ്യക്കാരല്ല, അവരുടെ സ്പേസ് ആണല്ലോ. ഇവരും ഭയപ്പെടുത്തിയെടുക്കുവാണല്ലോ. ഞാൻ പറഞ്ഞ ഇവര് സർക്കാർ ഇത് ഞാൻ പറഞ്ഞത് PRDയുടെ പൈസ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ വിവരാവകാശം കൊടുത്ത 217 കോടി രൂപയാണ്. ഞാൻ അതിൻ്റെ PT ചാക്കോ എനിക്ക് എൻ്റെ രേഖകൾ അയച്ചു തന്നു.
മറ്റേ പഴയ ഉമ്മൻചാണ്ടിയുടെ. അതെ, അതെ. ഈ 117 കോടി രൂപ കിഫ്ബിയിലും 100 കോടി രൂപ PRD നിന്നുമാണ് ഈ ഇലക്ഷന് വേണ്ടി മാത്രം നീക്കി വെച്ചിരിക്കും. 217 കോടി രൂപ. ആലോചിച്ച് നോക്കി. അതെ. ഈ വിഹിതം എല്ലാവർക്കും കൊടുത്തു. എനിക്ക് തോന്നുന്നു ഈ വിഹിതം കിട്ടാത്ത നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അതെ. കാരണം നമ്മുടെ അടുത്തും അപ്രോച്ച് വന്നു. ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ പേടിയായതുകൊണ്ട്. പിന്നെ ഇവരുടെ പരസ്യമെല്ലാം എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം, വലിയ തട്ടിപ്പാണ്. ഈ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ പരാതി അറിയിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ അതിന് പരിഹാരം ഉണ്ടാവുന്നതാണ്. നമ്മളെല്ലാം ഗ്രൂപ്പിൽ ചേർത്തുകൊണ്ട് നമുക്ക് മെസ്സേജ് വരും, മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ പരാതി അയച്ചിട്ട് ഇന്ന് വരെ അല്ല അത് അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും മെസ്സേജ് ഇട്ട് ഞാൻ പരാതി എന്നിട്ട് ഒരു റെസ്പോൺസും ഇല്ലാന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് മാർക്കറ്റ് പരാതി കൊടുക്കുന്നവർ കുറവാണ്, പരാതി കൊടുക്കാത്തവരാണ് കൂടുതൽ. അവർ വിചാരിക്കും ഈ ഒരു സംവിധാനത്തിലൂടെ ഒരുപാട് ഗണേഷ് കുമാർ എനിക്ക് നൽകിയ അഭിമുഖം ഉണ്ടല്ലോ. ഈ അഭിമുഖത്തിൽ ഇപ്പോൾ പറഞ്ഞു KSRTC എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭയങ്കര സിസ്റ്റം കണ്ടെത്തി, ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ എന്നെ കാണാൻ ഒരാൾ പോകുന്നു, ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ഇദ്ദേഹം ഇത് തപ്പി KSRTC കയറി നടക്കാത്ത സ്ഥലമൊന്നുമില്ല, പണ്ടങ്ങാണ്ട് പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടു പോയി, പിന്നെ അതില്ലെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു കാര്യം ഇവരൊരു ഐഡിയ വെച്ച് പ്ലാൻ ചെയ്ത് അതങ്ങ് പറയുമ്പോൾ ഇത് ഉപയോഗിക്കാത്തവർ വിചാരിക്കും ഇതെല്ലാം ഭയങ്കര സംഭവമാണ്. ഇപ്പൊ 48 മണിക്കൂർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ ഭയങ്കര സംഭവം. അതെ, പക്ഷെ പരാതി കൊടുക്കുന്നവർ വളരെ കുറവായിരിക്കും. ഓഫീസിൽ തന്നെ എല്ലാവരും വാട്സപ്പിലും ഈ ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട്, പക്ഷെ അവരൊന്നും പരാതി കൊടുത്തിട്ടില്ല. പക്ഷെ കുറച്ചുപേര് പരാതി കൊടുക്കുക, അവർക്കൊരു പരിഹാരമില്ല, അവർക്കൊരു റിപ്ലൈ ഇല്ല, ഒന്നുമില്ല. അല്ല ഇത് ഞാൻ ചോദിക്കണേ, പക്ഷെ ഇവരിങ്ങനെ ഈ മനുഷ്യന്റെ എന്താ പറയുക ചിന്താശക്തിയെ ഇങ്ങനെ അങ്ങോട്ടും വില കൊടുത്ത് വാങ്ങി എന്ത് ചെയ്യും? ഒരു വല്ലാത്തൊരവസ്ഥയല്ലേ? ചിന്താശക്തിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഇന്നിപ്പോൾ നമ്മുടെ മനുജ എന്നോട് പറയുകയാണ്, സാറ് വിചാരിക്കുന്ന പറയല്ലോ കേട്ടോ, തുടർഭരണം വരും, എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവർ ഈ പരസ്യം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്നു, വിഷയങ്ങൾ കൊണ്ട് കൊടുക്കുന്നു. എനിക്കറിയാം, എനിക്ക് വിശ്വസിക്കാൻ. പക്ഷേ അടിത്തട്ടില് ഞാൻ മനസ്സിലാക്കുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. ഇപ്പൊ ചിലര് പറയുന്നുണ്ട് ഇപ്പൊ ശബരിമല എല്ലാവരും മറന്നു, അങ്ങനെയൊന്നും അല്ല. ശബരിമലയോട് താല്പര്യമുള്ള എല്ലാവരുടെ മനസ്സിലും. അല്ല ഞാനിപ്പോഴും കാണുന്നത് ഈ ഇന്നലത്തെ ഈ വിജിലൻസ് കേസ് ഉണ്ടല്ലോ, കൊടിമര കേസ്, ഇത് അയ്യപ്പന് കൃത്യമായൊരു പദ്ധതിയുണ്ട്. അതെ ഇല്ലേ? ഞാൻ പറഞ്ഞ അയ്യപ്പന്റെ പദ്ധതി, അതിനെപ്പറ്റി എനിക്ക് പറഞ്ഞാല് ഇപ്പം നമ്മളെ സ്ത്രീ പ്രവേശന വിധിയുണ്ടല്ലോ, അതുപോലും മാർച്ച് 14 സർക്കാരിന് സത്യവാങ്മൂലം കൊടുക്കേണ്ടി വന്നു. അതായത് തിരുത്തിയിട്ട് പോയാൽ മതി എന്നാണ്. അതെ, നിങ്ങൾ തന്നെ തിരുത്തിയിട്ട് അടുത്ത സർക്കാരിന് ഇത് വയ്ക്കണ്ട, നിങ്ങൾ തന്നെ ചെയ്ത തെറ്റ് തിരുത്തിയിട്ട് പോയാൽ. അല്ല നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ചെയ്തൊരു തെറ്റാണ്, നിങ്ങൾ തിരുത്തിയാൽ മതി. അല്ല ഇതും അങ്ങനെ തന്നെയാ. അതെ, ഇവർ അതിൽ നിന്ന് കൈ ഒഴിയാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. അയ്യപ്പ പറഞ്ഞു വേണ്ട, നിങ്ങൾ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ. അല്ലെ പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇത്രയും ധൃതി വെച്ച് ഈ സമയത്ത് വിജിലൻസ് 2 ആഴ്ച കഴിഞ്ഞ തളത്തില്ലേ? അതെ, എന്തുകൊണ്ടായിരിക്കും വിജിലൻസ് ഇത് ഇപ്പൊ ചെയ്ത്? അത് എന്നെ അത്ഭുതപ്പെടുന്നത്. എനിക്ക് അവർക്കും തോന്നുന്നുണ്ടായിരിക്കും ഭരണം മാറുമോ. അതെ അതെ, എനിക്കൊന്ന് മൊത്തത്തിൽ ഭരണം മാറുന്നത് തോന്നുന്നുള്ളൂ. പ്രത്യേക അന്വേഷണ സംഘമാണ് അവരാണോ? അതെ, ക്രൈംബ്രാഞ്ചിന്റെ വിജിലൻസ് വിജിലൻസ് ഇത് നടത്തിയ വിജിലൻസ് കൊടിമര വിജിലൻസ്. അത് വെച്ചപ്പോ എനിക്ക് തോന്നുന്നത് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തായിരിക്കും, അല്ലെ പിന്നെ ഇവർക്ക് ഡിലേ ചെയ്യിപ്പിക്കായിരുന്നു. അതെ, പക്ഷേ മറ്റേ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം ഇനിയും സമയം വേണമെന്ന് ചോദിച്ച് സത്യം ആ ചർച്ച ഒഴിവാക്കി വിടുകയാണ്. അതാ പ്രത്യേക, അത് കോടതിയുടെ അനുമതിയുണ്ട്. അതെ അതെ, സത്യം പറഞ്ഞാൽ ആലോചിച്ചു, സകലവരും ജാമ്യം കിട്ടി വീട്ടിലിരിക്കുകയാണ്. അതെ, എന്തൊരു ഭീകരാവസ്ഥ. എന്തായാലും ഇതൊക്കെ ഈ ഇനി പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ഇവരൊക്കെ ഇത് ഫോളോ ചെയ്യുമോ എന്നുള്ളതാണ് വിഷയം. ഇവരെല്ലാം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുമോ, അത് കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ശബരിമല എന്ന് പറയുന്ന വിഷയം അയ്യപ്പൻ്റെ ഒരു ഇടപെടലുള്ളതുകൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു, നമ്മൾ തന്നെ പുറത്ത് വിട്ടത് പ്രകാരം മറ്റേ ചാർത്തുണ്ടല്ലോ, ആ വിശ്വാസ ചാർത്തിന്റെ ഭാഗമായി തന്നെ നടത്തിയതായിരിക്കും. പക്ഷേ അതിലും കാപട്ടി ഉണ്ടായിരുന്നു, രാഷ്ട്രീയം കൊണ്ടുവന്നു അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചു. ആ വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ച സമയത്താണ് ഇതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതേപോലെ തന്നെ ചില വിശ്വാസികൾ പറയുന്നതാണ്, നമുക്കിതിൻ്റെ എന്നാലും പറയാം. അതായത് ഈ ചാർത്തിൽ പറയുന്ന അവസാനത്തെ ഐറ്റമായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമം. ഈ ക്ഷേത്രങ്ങളിലെ ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ട ചാർത്തുകൾ എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈശ്വര ചൈതന്യം കൂട്ടാനാണ്, അല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാനല്ല. അപ്പൊ ഇവരിതെല്ലാം ചെയ്ത് തീർന്നപ്പോൾ അവിടെ ഈശ്വരന്റെ ചൈതന്യം കൂടി. അപ്പൊ ഈശ്വരന്റെ ചൈതന്യം ചുറ്റും നിൽക്കുന്നവരെല്ലാം കള്ളന്മാരാ, പുള്ളി ഓരോരുത്തരായിട്ട് പിടിക്കാൻ തുടങ്ങിയതാണ്. ദേവപ്രശ്നം നടത്തുന്നത് ഈശ്വരന്റെ ചൈതന്യം കൂട്ടാനാണ്, അല്ലാതെ അവിടുത്തെ ഭാരവാഹികളെ അല്ല. ഈശ്വര ചൈതന്യം കൂട്ടാനും ആ ക്ഷേത്രത്തിനെ വളർത്തിക്കൊണ്ടുവരാനും വേണ്ടിയാണ്. അപ്പം ഇവർ ആ ചാർത്തിലെ അവസാന കാര്യം ചെയ്ത ഒരാൾ പറഞ്ഞാണ്, അവസാന കാര്യം ചെയ്തപ്പോഴും അതിന്റെ
ഗുണമുണ്ടായത് ഈശ്വര ചൈതന്യത്തിനാണ്. അവിടുത്തെ അയ്യപ്പൻ കുറച്ചും കൂടെ ശക്തനായി. പുള്ളി നോക്കിയപ്പോൾ എല്ലാവരും ചുറ്റും നിൽക്കുന്ന എല്ലാവരും എന്നാ പിന്നെ ആരെയും വിടണം എന്ന് പറയുന്ന വിശ്വാസവും ഇതിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്ന് കണ്ട ഒരു രസകരമായൊരു വാർത്തയും കൂടെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. നമ്മുടെ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതെ, ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരംകാരിയാണ്, അതെ, തിരുവനന്തപുരത്താണ്. പക്ഷെ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് ബാലുശ്ശേരിയാണ്. ബാലുശ്ശേരിയാണ്. ഇവരെ ഒരിടത്തും കാണുന്നില്ലല്ലോ. ഇല്ല. എന്താ സംഭവിക്കുന്നത്? ഇപ്പം തന്നെ ഞാനത് പറഞ്ഞു. ഇന്നിപ്പോൾ ഞാനൊരു ചാനലിൽ കണ്ടതാണ്, മുരളീധരന് വേണ്ടി വോട്ട് ചോദിക്കുന്ന മകൻ ഇവിടെ വട്ടിയൂർക്കാവ്. കെ മുരളീധരൻ മകൻ വളരെ സജീവമായി വട്ടിയൂർക്കാവിൽ വോട്ട് ചോദിക്കുന്നു. എല്ലാവരുടെയും രമേശ് ചെന്നിത്തലയുടെ മകൻ മറ്റേ ഹരിപ്പാട് അച്ഛന് വേണ്ടി വോട്ട് ചോദിക്കുന്നു. ഇവിടെ സച്ചിൻ ദേവിന്റെ ഭാര്യയാണ് ആര്യ. ആര്യ ഒരു CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. തിരുവനന്തപുരത്തെ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. അവർ ഒരു ദിവസം പോലും അവിടെ പോയി വോട്ട് ചോദിക്കുന്നില്ല. അപ്പോൾ ബാലുശ്ശേരിയിൽ ഈ ന്യൂസ് 18 വന്നൊരു വാർത്തയാണ്. ബാലുശ്ശേരിയിലെ BJP-ക്കാരും കോൺഗ്രസ്സുകാരും എല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലം തുടങ്ങിയ മുതൽ ആവശ്യപ്പെടുകയാണ്, ആര്യ രാജേന്ദ്രൻ ഒന്നും ഇവിടെ പ്രചാരണം നടത്തണം എന്ന് അവരെ ബൈറ്റ് വെച്ചിട്ട് ന്യൂസ് 18 വളരെ രസകരമായ ഒരു വാർത്ത ചെയ്തിരുന്നു. പക്ഷെ സച്ചിൻ ദേവ് പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ വരൂല എന്നാണ്. തിരുവനന്തപുരത്ത് തിരക്കാണ്. പക്ഷെ തിരുവനന്തപുരത്ത് കാണാനുമില്ല. അതൊരു അതിവിചിത്രമായ സംഗതിയാണ്. അതായത് മോഹൻലാലിന്റെ അമ്മയുടെ മരണം ഉണ്ടായല്ലോ, യഥാർത്ഥത്തിൽ മോഹൻലാലിന്റെ വീട്ടിന്റെ തൊട്ടു താഴെയാണ് ഈ ആര്യയുടെ വീട്. പക്ഷെ ആര്യ ഈ മേയറല്ല, അന്ന് വി രാജേഷാണ്. അന്ന് ആര്യ ഇവിടെ ഫുള്ളുണ്ടായിരുന്നു. അന്ന് പോലും ആരും ആര്യയെ മൈൻഡ് ചെയ്തില്ല എന്ന് എൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പറഞ്ഞായിരുന്നു. അവരൊന്ന് അവിടെ വെറുതെ നിൽക്കും. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നതിലും ബ്രാൻഡ് ചെയ്തു എല്ലായിടത്തും പോയി അവാർഡൊക്കെ മേടിച്ചിരുന്ന ആള് ആദ്യമായിട്ട് മത്സരിച്ച കഴിഞ്ഞ തവണ രണ്ടാം തവണ സീറ്റ് കൊടുക്കുന്നില്ല. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർ രംഗത്തിറക്കുന്നില്ല. അവരുടെ ഭർത്താവിന്റെ തെരഞ്ഞെടുപ്പിൽ അവർ ഇറക്കുന്നില്ല. തിരുവനന്തപുരത്ത് അവർക്ക് ഒരു ചടങ്ങുമില്ല. പക്ഷേ തിരുവനന്തപുരത്ത് CPM വീണ്ടും മേയറായിട്ട് വന്നിരുന്നെങ്കിൽ ഇവർക്ക് ഇത് കിട്ടിയേനെ. ഇത് മേയർ CPM-നെ പോലും ഞെട്ടിച്ചു പോയി ഈ തെരഞ്ഞെടുപ്പ് ഫലം. അവർ പോലും പ്രതീക്ഷ അവർക്കൊരു 40 സീറ്റൊക്കെ കിട്ടുമെന്നാണ്. BJP-ക്ക് ഒരു 42, അവർക്കൊരു 40 സീറ്റ്, അങ്ങനെയാണ് അവർ തന്നെ കണക്ക് കൂട്ടിയിരുന്നത്. ഒരു ചെറിയ എഡ്ജ് അവർ BJP-ക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഇതെല്ലാം അവരെ ഞെട്ടിച്ച് 29-ലേക്ക് താന്നു എന്നുള്ളതാണ്. പിന്നെ അവരുടെ മേഖലകളിലെല്ലാം ആ നിയമം അവർ ബേസിക്കലി പൂജപ്പുര കരിയാകുമ്പോൾ നിയമമാണല്ലോ അവരുടെ മണ്ഡലം. വട്ടിയൂർക്കാവാണ് അടുത്ത് കിടക്കുന്നത്. ഇവിടെ എല്ലാം CPM ഇല്ലാതാക്കപ്പെട്ടു ഇലക്ഷനിലെ. അപ്പോഴത്തേക്ക് അവരുടെ സ്ഥലങ്ങളിൽ പോലും അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റിയില്ല എന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ CPM-ന്റെ അകത്ത് തന്നെ ജില്ലാ നേതാക്കൾക്ക് നേരത്തെ അറിയാമായിരുന്നു ഇവരെ കടിഞ്ഞാണ്ട് ഇടണം എന്ന്. നേരത്തെ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ കുടുംബമായിട്ട് അവർക്കൊരു നല്ല ബന്ധമുണ്ടായിരുന്നു. അതെ, നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പം തിരുവനന്തപുരത്തെ പല മുതിർന്ന നേതാക്കൾ, നമ്മൾ പേര് പറയുന്നത് ശരിയല്ല, അവർക്കെല്ലാം ഇവരെ പറയാൻ പോലും പേടിയായിരുന്നു, ഇവരെ തിരുത്തിക്കാൻ പോലും പേടിയായിരുന്നു. അതായത് മേയർ വന്നപ്പോൾ തന്നെ മേയറുടെ പ്രായക്കുറവായതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റി ഒരു കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊന്നും ഈ സൗഹൃദം കാരണം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. എനിക്കൊന്ന് ഇവരുടെ അവസാനത്തെ ആണി എന്ന് പറഞ്ഞ ആ പയ്യന്റെ ഡ്രൈവറുടെ പണിയായിരുന്നു, അതായിരുന്നു തോന്നല്ലേ? അവന്റെ പോരാട്ടമായിരുന്നു എനിക്ക് തോന്നുന്നു. അവന്റെ പോരാട്ടം, അവന്റെ നിയമ പോരാട്ടം അതിപ്പോഴും അവസാനിക്കുന്നില്ല. ഈ പോരാട്ടം എന്ന് പറയുന്നത് ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ഇതെല്ലാം മാറും. ആ കേസ് വളരെ സജീവമായി തന്നെ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ KSRTC ബസ്സിലെ CCTV എവിടെ പോയെന്നുള്ളതേ. അതെ, പക്ഷെ ഇനി ഭരണം മാറിയ ഇതെല്ലാം ആ ഭരണമാറ്റം ഉണ്ടായാൽ അവർക്ക് ഡിപ്പെൻഡ്സ് ഓൺ ഹൂ ഇസ് എ ചീഫ് മിനിസ്റ്റർ. അതെ, കാരണം ഈ കോംപ്രമൈസിന് പോകുന്ന ഒരാളാണ് ചീഫ് മിനിസ്റ്റർ. അവര് കാശിന് വേണ്ടി പോകും. ലീഗിനൊക്കെ ഉണ്ടാകുന്ന ഒരു കുഴപ്പം അവർക്ക് കച്ചവടമാണ്. ഇന്നിപ്പോ കുഞ്ഞാലിക്കുട്ടിയോട് ഏഷ്യാനെറ്റോ ഏതൊരു ചാനലിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ പറ്റി പറയത്തില്ല എന്നാണ് പറയുന്നത്. പിണറായി വിജയന്റെ കാര്യങ്ങളൊക്കെ പറയത്തില്ല. അല്ല, കുഞ്ഞാലിക്കുട്ടിയും പിണറായി നല്ല അടുപ്പത്തില്ല. അതെ അതെ, ഇന്നേ വരെ ഇത് പറഞ്ഞുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ചാനൽ എനിക്കൊന്ന് റിപ്പോർട്ടറിൽ അരുൺകുമാർ ആണെന്ന് തോന്നുന്നു. പക്ഷെ പുള്ളി പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയില്ല, അത് വേറെ ഉള്ളവർ പറയും. അല്ലെ, ഈ ലീഗിനെതിരെ ഇന്നേ വരെ പിണറായി വിജയൻ ശക്തമായ ഒരു സാധനം പറഞ്ഞിട്ടില്ല. അത് വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളൂ. അതെ അതെ, പിണറായി പറഞ്ഞിട്ടില്ല. അതെ. അപ്പം എന്തായാലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്? ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അടിത്തട്ടിലെ ഭരണവിരുദ്ധ വികാരം, അതാണ് ഉണ്ണികൃഷ്ണന്റെ സിനിമ പോലും പറയുന്നത്. ഒരു അടുത്ത സച്ചിദാനന്ദൻ പറഞ്ഞ വാക്കുകളിലുണ്ട്. ഞാൻ ഈ ചില ജില്ലകൾ ബേസ് ചെയ്തെടുത്ത് നോക്കി കേട്ടോ. അപ്പോൾ ഉദാഹരണത്തിന് ഈ പത്തനംതിട്ടയിലെ 5 സീറ്റും അതിൽ 5 സീറ്റും കഴിഞ്ഞ 2 തവണയും LDF-നായിരുന്നു. അതെ. ഈ 2021 ഭേദപ്പെട്ട വോട്ട് നേടിയത് വീണ മാത്രമാണ്, 19,000 ഭൂരിപക്ഷമാണ്. തിരുവല്ലയിൽ പോലും 2000, അതൊരു PJ ജോസഫ് അങ്ങനെ ഒരു കുഞ്ഞു ഉപദേശം ആരാണ്ട് ഒരാളെയാണ് വെച്ചത്, കൊച്ചു അങ്ങനെ കണ്ട ആളെ വെച്ച്. എന്നിട്ട് കൂടി 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കി, ഇപ്പോഴത്തെ ഒരു ട്രെൻഡോട് വെച്ച് നോക്കുമ്പോൾ 5 സീറ്റും പത്തനംതിട്ടയിൽ പോകാം.
അതിനൊരു പത്തനംതിട്ടയിലെ ആറന്മുളയിലും വലിയ ശക്തമായ മത്സരം നടക്കുമായിരിക്കും. ഈ പത്തനംതിട്ടയെ നമ്മൾ പരിശോധിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ നേട്ടം ഉണ്ടാക്കിയ സ്ഥലമാണ്. അവിടെ പത്തനംതിട്ടയിൽ കോൺഗ്രസ് നേട്ടം ഉണ്ടാക്കുമ്പോഴും അവിടെയാണ് BJPക്ക് കുറച്ച് തിരിച്ചടി ഉണ്ടായ ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ BJPയുടെ വോട്ട് ഭിന്നിക്കൽ എത്ര, അങ്ങനെ ഒരു CPM എപ്പോഴും കണക്കൂട്ടുന്ന അങ്ങനെയാണല്ലോ, BJPയെ കൊണ്ടും കൂടെ വോട്ട് പിടിച്ചിട്ട്. ആറന്മുളയിലും തിരുവല്ലയിലും അവർക്ക് സ്വാധീനമുണ്ട്, ഉണ്ട്, നല്ല സ്വാധീനമുണ്ട്. തിരുവല്ലയിൽ അനൂപ് മത്സരിക്കുന്നുണ്ട്, അവൻ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ടാണ് വർക്ക് ചെയ്യുന്നതാണ്. ഈ സ്വാധീനമാണ് ഇതിൽ നിർണായകം. പക്ഷെ പന്തളം പോലുള്ള നഗരസഭകൾ BJPക്ക് നഷ്ടപ്പെട്ടു പോയി. അത് അവിടെ BJPയിൽ ഒരുപാട് വിഭാഗീയ പ്രശ്നങ്ങളുണ്ട്. അല്ല, നിങ്ങൾ നോക്കേണ്ടത്, ഞാനിപ്പോൾ ഈ 5 സീറ്റ് എടുത്ത് ഇന്ന് പരിശോധിച്ചുകൊണ്ട് പറയാണ്, 2 സീറ്റ് അടൂരും റാന്നിയും, ഈ 2 സീറ്റ് 2000-ൽ താഴെ വോട്ടിനാണ് ഈ പിണറായി തരംഗത്തിൽ കഴിഞ്ഞ തവണ പോയത്. മറ്റേ ആ പയ്യൻ കണ്ണൻ അവൻ മരിച്ചുപോയി. അത് മാത്രമല്ല അവിടെ ഈ ഒരു സിദ്ധനാർ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു ഈ എന്തുവാണ് ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന ആളില്ലേ, ചിറ്റയൻകുമാർ. ഇപ്പൊ അവരെന്തുകൊണ്ട് വെച്ചാൽ ഇപ്പൊ വന്നിരിക്കുന്ന ശാന്തകുമാർ എന്ന് പറയുന്ന കക്ഷി സിദ്ധനാർ തന്നെയാണ്. അങ്ങനെ അവർ മനഃപൂർവ്വം അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് അതാണ്. അല്ല, അതിൽ കഴിഞ്ഞ തവണ അവിടെ ജയിക്കാൻ ചിറ്റയൻകുമാർ ആയതുകൊണ്ട് മാത്രം ജയിച്ചാണ്. ചിറ്റയും പറഞ്ഞു, വിശാഖനോട് പറഞ്ഞു തോറ്റെന്ന് കരുതിയിരുന്നത് ഭാഗ്യത്തിന് ജയിച്ചത്. അത് അദ്ദേഹത്തിന് അവിടെ ഒരു ബലമുണ്ട്, ആ ബലത്തിൽ ജയിച്ചാണ്. ഇത്തവണയും ചിറ്റയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫൈറ്റ് വന്നേനെ. അത് വ്യക്തിപരമായ വോട്ടുകളാണ്. അതുപോലെ റാന്നി ഇപ്പം പഴകുളം മധു ഉള്ളതിൽ പഴയ കാൻഡിഡേറ്റ് ആണെങ്കിലും കഴിഞ്ഞ തവണ ഈ പിണറായി തരംഗത്തിൽ 1700 വോട്ടിലാണ് ജയിക്കുന്നത് ഈ പ്രമോദ് നാരായണൻ. പഴകുളം മധു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു നല്ല കോൺഗ്രസ്സുകാരനാണ്. ഗ്രൗണ്ടിൽ റിയാലിറ്റി പുള്ളി ഒരു ഘട്ടത്തില് പുള്ളി ആണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് ഏഷ്യാനെറ്റിൽ ഫ്ലാഷ് വരുന്നു. പക്ഷെ പിന്നീട് അത് അട്ടിമറിക്കപ്പെടുകയും അന്ന് KC വേണുഗോപാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തതാണ്. അതുകൊണ്ടായിരിക്കും ഇത്തവണ ഒരു സീറ്റ് നിർബന്ധിച്ചു കൊടുത്തത്. അതെ, അങ്ങനെ പക്ഷെ ജയിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഒരു പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്ന് ഈ അവിടുത്തെ MLA കേരള കോൺഗ്രസിന് പ്രമോദ് നാരായണൻ അതെ, ഈ കക്ഷി ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ പോലും CPM-ന് അയാളോട് താല്പര്യമില്ല, അവരുടെ സിറ്റിംഗ് സീറ്റ് കൊടുത്തതാണ്. അതേപോലെ തന്നെ അവിടെ ഈ കോൺഗ്രസിന് കിട്ടുന്ന ഹിന്ദു വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ പറ്റുന്ന BJP സ്ഥാനാർത്ഥിയില്ല. അതെ, നല്ല സ്ഥാനാർത്ഥിയില്ല. അവിടെ 2020 സ്ഥാനാർത്ഥി അതൊരു പാസ്റ്ററോ എന്തോ ആണ്, സഭ വിശ്വാസിയാണ്. അദ്ദേഹം ശബരിമല ചർച്ച ചെയ്യില്ലെന്നും ശബരിമല ഒരു വിഷയമില്ലെന്നും ഒക്കെ പറഞ്ഞ് അത് വലിയ ഗുണമായിട്ട് മാറും. പഴകുളം മധു. പിന്നെ ഉള്ളത് അപ്പോൾ അതായില്ലേ ഞാൻ ഈ പറഞ്ഞ തിരുവല്ല മാത്യു ടി തോമസിന്റെ അടപ്പൂരുന്ന തരത്തിലാണ് അവിടെ വർഗീസ് മാമൻ എന്ന് പറയുന്ന ആൾ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയത്. അപ്പം പിന്നെ ഉള്ളത് ഏതാണ്, ആറന്മുള. തീർച്ചയായിട്ടും വീണ ജോർജിനോടുള്ള ഒരു കലിപ്പ് എല്ലാവർക്കും ഉണ്ട്. അതെ, പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. മുഴുവൻ ഹിന്ദു വോട്ടുകളും പിടിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരൻ. അത് കറക്റ്റാ. കുമ്മനം രാജശേഖരൻ അങ്ങനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല. മുഴുവൻ ഹിന്ദു വോട്ടുകളും CPM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും മുഴുവൻ ഹിന്ദു വോട്ടുകളും ഇനി പ്രചരണം നടത്തിയില്ലെങ്കിൽ പോലും പുള്ളിക്ക് അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിലും ജയസാദ് കുമ്മനത്തിനാ. ഞാൻ പറഞ്ഞത് വീണയ്ക്കല്ല. കാരണം ഈ ഓർത്തഡോക്സ് സഭയുടെ സ്ഥാനാർത്ഥിയായിട്ട്. പക്ഷേ കോൺഗ്രസ് കഴിഞ്ഞ നേടിയ അടിസ്ഥാന വോട്ടുകൾ നിലനിർത്തിയാൽ കോൺഗ്രസിന് അവിടെ ആ പയ്യന് സാധ്യതയുണ്ട്. അവനവിടെ ആ പ്രസ് ക്ലബിലെ പരിപാടിയിലൊക്കെ അവൻ ഭയങ്കര. അത് മാത്രമല്ല, ഇന്നലെ കോഴഞ്ചേരി കോളേജിൽ പോയല്ലോ. കോഴഞ്ചേരി കോളേജിൽ പുള്ളി വോട്ട് ചോദിക്കാൻ പോയിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ മോഹനൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവർ സമ്മതിച്ചില്ല, അവിടെ ഇറക്കി വിട്ടു SFI-ക്കാര്. പക്ഷേ ഇന്നലെ കോഴഞ്ചേരിയിൽ പുള്ളി വോട്ട് ചോദിക്കാൻ പോയപ്പോഴും SFI-ക്കാർ തടഞ്ഞു. പുള്ളി പറ്റൂല എന്ന് പറഞ്ഞു. കയറി എല്ലാ ക്ലാസ് റൂമിലും കയറി വോട്ട് ചോദിച്ചിട്ടാവുന്നു. മിടുക്കനാവൻ. അതെ, അത് എല്ലാ പത്രങ്ങളിലും ഇന്ന് വാർത്തയാണ്. അബിൻ വർക്കി മിടുക്കനാ. അവൻ ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത കക്ഷിയാണ്. ഇതേ തരത്തിൽ പിന്നെ ഉള്ളത് കോന്നിയിലാണ്. അവിടെയും 12,000 വോട്ടിന് വ്യത്യാസമുള്ളൂ. ഈ ഞാൻ മനസ്സിലാക്കുന്നത് അടൂർ പ്രകാശ് ഇപ്പൊ സജീവമായിട്ട് രംഗത്തുണ്ട്. മാത്രമല്ല കോന്നി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ. അപ്പം ഞാൻ ഒരു പത്തനംതിട്ട മാത്രം പറഞ്ഞത്, പത്തനംതിട്ട 5 സീറ്റ് മാറി. ഇത് തന്നെയാണ് ഇടുക്കിയുടെ അവസ്ഥ. ഇടുക്കിയിലെ ദേവികുളത്ത് രാജേന്ദ്രൻ BJP-യുടെ സ്ഥാനാർത്ഥിയായി. CPM-ന് വലിയ തോതിലുള്ള വോട്ട് അവർ പിടിക്കും. 10,000 വോട്ട് താഴെയായിരുന്നു ഭൂരിപക്ഷം. പിന്നെ ഭരണവിരുദ്ധ വികാരവും മുസ്ലിം വോട്ടോട് വരുമ്പോഴത്തേക്കും UDF അവിടെ ജയിക്കാം. ഇത് ദേവികുളം. ഉടുമ്പൻചോല മണി പോയതോടുകൂടി മണിക്കായിരുന്നു കിട്ടിയ ഭൂരിപക്ഷം. പുള്ളി അസ്വസ്ഥനുമാണ്. മാത്രമല്ല ഈ സേനാപതി വേണു എന്ന് പറഞ്ഞ നല്ല കക്ഷിയാണ്. പുള്ളി ഹിന്ദിയിലൊക്കെ അയാളാണ് നല്ല കക്ഷിയാണ്. അയാളാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടുക്കി റോഷി വലിയ പ്രതിസന്ധിയിലെ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ വോട്ടിനാണ് ജയിച്ചത്. ഇക്കൂടെ ഭരണവിരുദ്ധ വികാരം വരുന്നതോടുകൂടി ഇടുക്കി നഷ്ടപ്പെട്ട റോയിക്കെ പോലെ നല്ലൊരാളാണ്. കേരള കോൺഗ്രസിനുള്ളിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. ഈ റോഷി തോക്കണം എന്ന ആഗ്രഹം മാണി ഗ്രൂപ്പുകാർക്കുണ്ട്, കാര്യമായിട്ടുണ്ട്. കാരണം അയാളായിരുന്നു 5 കൊല്ലം ഇതായിരുന്നു. അപ്പം നോക്കൂ, ഇടുക്കി പീരുമേട് കഴിഞ്ഞ തവണ നാമമാത്രമായ വോട്ടിനാണ് നഷ്ടപ്പെട്ടത്. ആ സ്ഥാനാർത്ഥി മരിച്ചും പോയി. എന്തോ വാഴൂർ സോമൻ. അപ്പം ഇടുക്കിയും ഇതുപോലെ തന്നെ മുഴുവൻ വാഴൂർ സോമൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ഒരു
പ്രതിനിധിയായിരുന്നു. ആയിരുന്നു. ജീപ്പിൽ പോവുക. അതെ, പുള്ളി ഒരു സാധാരണ ഒരു ആഡംബരം ഇല്ലാത്ത മനുഷ്യൻ. രാഷ്ട്രീയക്കാരനായിരുന്നു. അയാൾ മരിച്ചും പോയി. അപ്പം ഇടുക്കിയിലും ഞാൻ പറഞ്ഞ മുഴുവൻ തിരിച്ചു വരും. അപ്പം ഇത്തരത്തിലുണ്ടാകും. അതേസമയം പിന്നെ നമുക്ക് നോക്കുന്നത് കോഴിക്കോടാണ്. അല്ല, ഞാൻ ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ കൊച്ചി മുതൽ അങ്ങോട്ട് UDFന്റെ ഒരു കുത്തകയായിരിക്കും. ആയിരിക്കും. അല്ല, കണ്ണൂർ മാത്രമായിരിക്കും. കണ്ണൂർ മാത്രമായിരിക്കും. കൊച്ചി മുതലല്ല, ഈ പത്തനംതിട്ടയും ഇടുക്കിയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തണം. അതെ. പത്തനംതിട്ട ഇടുക്കി കോട്ടയം. ഞാൻ പറഞ്ഞ ഇനി പത്തനംതിട്ട മുതൽ അങ്ങോട്ട് അവിടെ തിരുവനന്തപുരം, കൊല്ലത്ത്. തിരുവനന്തപുരത്ത് BJPക്കാണ് സാധ്യത കൂടുതൽ. അതെ, BJP സാധ്യതയുണ്ട്. ഈ കൊല്ലം UDFനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട്. ഈ കൊല്ലത്തെ പറ്റി പറയുകയാണെങ്കിൽ കൊല്ലത്തെ മേയർ ആദ്യമായിട്ടാണ് കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ കോൺഗ്രസ് ജയിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ CPM ഞെട്ടിച്ച ഒരു സ്ഥലമാണ് കൊല്ലം. അല്ല, അതുകൊണ്ടാണ് ഈ സതീശൻ പറയുന്ന മാതിരി 100 സീറ്റ് കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവര് എത്ര പബ്ലിസിറ്റി കൊടുത്താലും ഈ പറയുന്ന പോലെ കോട്ടയത്തും പത്തനംതിട്ടയും കൂടെ ഇവര് ഇടുക്കിയിലും എല്ലാം ഫുൾ സീറ്റ് വാങ്ങിച്ചാലും 100 അല്ല 100 കഴിഞ്ഞു 100 കടക്കാം. അതാണ് ഒരു ഒന്ന് മുസ്ലിം വോട്ട് മൊത്തം കിട്ടും. അതെ. 2 ഹിന്ദു വോട്ട് ഭിന്നിക്കും. കാരണം BJPക്ക് വോട്ട് കൂട്ടും. അല്ല, പക്ഷേ BJP ജയിക്കാൻ പറ്റും. നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മനസ്സിലാവും, BJP ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് മാത്രമേ ആളുകൾ BJPക്ക് വോട്ട് ചെയ്യുന്നുള്ളൂ. തദ്ദേശത്തില് കോൺഗ്രസിന് ഇത്രയും ജയിക്കാൻ കാരണം അതിവിടെ വരാം. അതെ, അത് ഇവിടെ കൂടുതലായി വരും. അതെ, അതെ. ഈ ശബരിമല വിഷയമൊന്നും ഒരു ഭക്തനും മറക്കത്തില്ല. നിങ്ങൾക്ക് പറ്റുമോ മറക്കാൻ? എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഒരിക്കലും നമുക്ക് എന്ത് സാഹചര്യമാണെങ്കിലും ശബരിമല വിഷയം നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പം അത്ര ഒരു വികാരം എന്തായാലും നമുക്ക് നോക്കാം. എന്താണേലും വളരെ വിചിത്രമായ ഒരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണറിയാൻ. എന്തായാലും CPM വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു അട്ടിമറിക്കുന്നൊരു സാധ്യതയില്ല. ഇത്രയും കാലം തുടർ ഭരണമെന്ന് കുറേ പേരുണ്ട്. ഇവരെല്ലാം ഒറ്റയടിക്ക് ചാടി ഇനി കോൺഗ്രസ് അട്ടിമറിക്കപ്പെട്ട അതൊരു അത്ഭുതമായിരിക്കും. അതൊരു അത്ഭുതമായിരിക്കും. അത് പിന്നെ ജനാധിപത്യത്തിൻ്റെ അർത്ഥമില്ല. പിന്നെ ജനവിധിക്കോ ജനാധിപത്യത്തിനും അട്ടറിയില്ല. എന്തായാലും നോക്കാം. ഈ ദുർഭരണം അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി.